പേപ്പർ പേന നിർമ്മിക്കുന്ന ഒരു മെഷീനാണ് ഈ കാണുന്നത്. മണിക്കൂറിൽ 1500 പേന വരെ നിർമ്മിക്കാവുന്നതാണ്. ഈ ഡ്രീം സീൽ എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഇതിവിടെ എത്തിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് കട്ടിയുള്ള ഒരു പേപ്പറിനകത്ത് നേരെ സെൻട്രലായിട്ട് പശ തേച്ചതിന് ശേഷം അതിലേക്കൊരു റീഫില്ല് വയ്ക്കുകയാണ്. അതിനുശേഷം അത് ഈ മെഷീനുള്ളിലൂടെ കടത്തി വിടുമ്പോൾ പശയൊക്കെ തേച്ച് നന്നായിട്ട് ഒരു റൗണ്ടിൽ നമുക്ക് പിടിച്ചെഴുതാൻ പറ്റുന്ന പരുവത്തിൽ ഒരു പേനയായിട്ട് മേക്ക് ചെയ്ത് ഇപ്പുറത്തെത്തുകയാണ്. അത്തരത്തിൽ ഒരു മണിക്കൂറിൽ 1500 പേന വരെ നിർമ്മിക്കാവുന്നതാണ് ഇവർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ അതിനൊരു ക്യാപ്പും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തിടാം. 90,000 രൂപയാണ് ഈ മെഷീൻ്റെ വില. സ്വന്തമായിട്ട് ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു സംരംഭമാണ്. അപ്പം വ്യവസായ വകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെടുകയാണെങ്കിൽ ഇതിന് വായ്പയും അതുപോലെ തന്നെ സബ്സിഡിയും ഒക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ കമ്പനിക്കാർ നിങ്ങൾക്കൊരു പരിശീലനവും ഒക്കെ നൽകും. ഫുഡ് ഐറ്റം ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആൽഫ ഫുഡ് മെഷീനറീസ് നിരവധി മെഷീനുകൾ മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ട്. വടയുണ്ടാക്കുന്ന മെഷീനാണ്. മണിക്കൂറിൽ 1200 വട വരെ ഉണ്ടാക്കാവുന്നതാണ്. 1,35,000 രൂപയാണ് ഇതിന് വില പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു മെഷീന്. ഇതിന് 1,80,000 രൂപയാണ്. ആൽഫ ഫുഡ് മെഷീനറീസിൻ്റെ നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. പില്ലോ മേക്കിംഗ് മെഷീന്, ടെഡി വെയർ, പില്ലോ, ബേബി ബെഡ് തുടങ്ങിയവയൊക്കെ ഫില്ല് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു മെഷീനാണ്. 3 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. മെക്രോൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് ഇതിനകത്ത് നിറയ്ക്കുന്നത്. അപ്പോൾ ഇത് ഇവർ എത്തിച്ചു തരും. അതുപോലെ തന്നെ ഇതിനുള്ള പരിശീലനവുമൊക്കെ നൽകുന്നതാണ്. ഇനി സ്പോഞ്ചിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ കോട്ടൺ വേസ്റ്റ് ഫില്ല് ചെയ്യുന്നതുമുണ്ട്. അതിനൊക്കെ വേറെ വേറെ മെഷീനുകളാണ്. അപ്പോൾ ഈ ഒരു സംരംഭമാണ് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഗവൺമെൻറ് സബ്സിഡിയും ലോണുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഡോക്ടർ മാറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് മാർക്കറ്റിലെത്തിക്കുന്നത്. അവരുടെ ഫോൺ നമ്പറാണ് ഈ കാണിക്കുന്നത്. ഇതുകൂടാതെ നിരവധി സംരംഭങ്ങളെ ഈ ചാനലിലൂടെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു സംരംഭം തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജില്ല, താലൂക്ക് വ്യവസായ ഓഫീസുകളിലെത്തി സംരംഭത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിനുള്ള പരിശീലനവുമൊക്കെ നൽകുന്നുണ്ട്. കൂടാതെ ഗവൺമെൻറ് തലത്തിൽ നൽകുന്ന സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നൽകുന്ന ലോണുകൾ, സബ്സിഡി തുടങ്ങിയവയൊക്കെയുണ്ട്. അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഏത് സംരംഭമാണോ നിങ്ങൾ തുടങ്ങുന്നത് അതിനെക്കുറിച്ചൊരു മാർക്കറ്റ് സർവേ നടത്തിയതിന് ശേഷം അതിന് ഒരു വിപണന സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കാവുള്ളൂ. മെച്ചപ്പെട്ട വരുമാനവും ജീവിതമാർഗവുമൊക്കെ ഓരോരുത്തരുടെയും അവകാശമാണ്. അതിനുവേണ്ടി സർക്കാരും വിവിധ ഏജൻസികളും പൊതുജനവുമൊക്കെ ഒപ്പമുണ്ടാകും. നിങ്ങളുടെ വളർച്ചയെന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം വളർച്ചയല്ല, അത് രാജ്യത്തിൻ്റെ കൂടിയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.